ഫിഫ ക്ലബ്ബ് വേൾഡ് കപ്പ് സ്വന്തമാക്കിയതോടുകൂടി ചെൽസി ആരാധകരെല്ലാം ആവേശത്തിലാണ്. ചെൽസി ആ ഒരു പഴയ പ്രതാപത്തിലേക്ക് തിരികെ വരുന്നു എന്നുള്ള ഒരു കൃത്യമായുള്ള ഒരു ധാരണ ഇപ്പം എല്ലാവർക്കും ഉണ്ട്. താരങ്ങളുടെ ഭാഗത്തു നിന്നും ഒരുപാട് ചേഞ്ച് നമുക്ക് കാണാൻ സാധിച്ചിട്ടുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എനിക്ക് തോന്നുന്നു, ഈ ചെൽസി ക്ലബ്ബ് വേൾഡ് കപ്പ് നേടിയത് വഴി താരങ്ങളുടെ കോൺഫിഡൻസ് വലിയ തോതിൽ വർദ്ധിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. കാരണം ഒരു വലിയ ടൂർണമെന്റിലൊക്കെ ഞങ്ങൾക്ക് കളിക്കാൻ പറ്റും, വിജയിക്കാൻ പറ്റും, ഞങ്ങൾക്ക് ഒരു ലക്ഷ്യവും ഞങ്ങളുടെ മുമ്പിൽ അപ്രാപ്യമല്ല എന്നുള്ള ഒരു ബോധം എല്ലാ പ്ലേയേഴ്സിനും വന്നിരിക്കുന്നു എന്നുള്ളതാണ്. കാരണം വളരെ യങ് ആയുള്ള ഒരു സ്ക്വാഡാണ്. 24-25 വയസ്സാണ് ആവറേജ് ഏജ് ചെൽസി സ്ക്വാഡിന്റെ. കഴിഞ്ഞ സീസണിൽ നമ്മൾ കണ്ടതാണ് ചെൽസി പ്രധാനമായി നേരിട്ടത് ആ ഒരു കൺസിസ്റ്റൻസി ഇല്ലായ്മ, കോൺഫിഡൻസ് കുറവ്, പിന്നെ ഒരു ടീമായിട്ട് കളിക്കുന്നില്ല എന്നുള്ള ഒരു ഫീൽ ഉണ്ടായിരുന്നു. കാരണം അവരെല്ലാം ഒന്ന് ഡെവലപ്പിംഗ് ഫേസിലായിരുന്നു കഴിഞ്ഞ സീസണിൽ. പക്ഷെ ഇപ്പം ഒരു ടീമായിട്ട് സെറ്റായിട്ട് ചെൽസി കളിക്കുന്നു എന്നുള്ളതാണ്. ഈ ക്ലബ്ബ് വേൾഡ് കപ്പിലെ എല്ലാ മത്സരങ്ങളും നമുക്ക് നോക്കുമ്പോൾ അങ്ങനെ തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പ്രത്യേകിച്ച് ഫൈനലിൽ PSG-ക്കെതിരെ ഒരു ടീമായിട്ട് ഒത്തിണക്കത്തോടെ ഒരേ മികവോടെ കളിക്കുന്ന ഒരു സ്ക്വാഡിനെയാണ് നമുക്ക് കാണാൻ സാധിച്ചത്. അതൊരു വളരെ പ്രോമിസിംഗ് ആയ കാര്യമാണ് ചെൽസിയെ സംബന്ധിച്ച്. പിന്നെ എക്സ്പീരിയൻസ് ആണെങ്കിലും അവർക്കിപ്പം വന്നിരിക്കുന്നു, ഒരുപാട് ഇമ്പ്രൂവ്മെന്റ് കാണാനുണ്ട്. ഇപ്പം ഡിഫൻസിൽ ചലബയുടെയും പിന്നെ ലെവി കോൾവിലിന്റെയും മലോ ഗുസ്തോയുടെയൊക്കെ പെർഫോമൻസ് ഒരുപാട് ഇമ്പ്രൂവ് ചെയ്തതായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. പിന്നെ എല്ലാ മേഖലയിലും താരങ്ങളെല്ലാം ഒരു സെറ്റായിട്ട് കളിക്കുന്ന ഒരു ഫീലാണുള്ളത്. അപ്പം അത് ചെൽസിക്ക് വലിയ ഗുണം ചെയ്യും. കാരണം നെക്സ്റ്റ് സീസണിൽ വരുമ്പോൾ ഇത്രയും സ്ക്വാഡ് ഡെപ്ത് ഉള്ള മറ്റൊരു ക്ലബ്ബ് പ്രീമിയർ ലീഗിൽ ഉണ്ടോ എന്നുള്ളത് സംശയമാണ്. അപ്പം മികച്ച രീതിയിൽ കളിക്കാൻ പറ്റുന്ന ഒന്നിലധികം താരങ്ങൾ, അതായത് ഒരു പൊസിഷനിൽ തന്നെ ഒന്നിലധികം താരങ്ങളെ ഉപയോഗിക്കാൻ എൻസോ മറസ്കയ്ക്ക് സാധിക്കും എന്നുള്ളതൊരു വലിയ പോസിറ്റീവായുള്ള കാര്യം. അവരാണെങ്കിൽ ചാർജ് ആയിരിക്കുന്നു, ഞങ്ങൾക്ക് എന്തും നേടാൻ പറ്റും. ആ ഒരു കോൺഫിഡൻസ് ഇല്ലായ്മ അവർക്ക് റീഗെയിൻ ചെയ്യാൻ സാധിച്ചിരിക്കുകയാണ്. കാരണം ക്ലബ്ബ് വേൾഡ് കപ്പ് നേടി PSG പോലെ ഇത്രയും മികച്ച രീതിയിൽ കളിക്കുന്ന, നിലവിൽ ഏറ്റവും മികച്ച ഫോമിൽ കളിക്കുന്ന യൂറോപ്യൻ ചാമ്പ്യന്മാരെ തോൽപ്പിക്കാൻ ഫൈനലിൽ ചെൽസിക്ക് സാധിച്ചിരിക്കുന്നു. പ്ലെയേഴ്സിന്റെ ആ ഒരു കോൺഫിഡൻസ് ലെവൽ എന്തായാലും വർദ്ധിക്കും എന്നുള്ള കാര്യത്തിൽ സംശയം വേണ്ട. അപ്പൊ ആ ഒരു കോൺഫിഡൻസ് റീഗെയിൻ ചെയ്യുകയാണെങ്കിൽ നെക്സ്റ്റ് സീസണിൽ ഒരു ടൈറ്റിൽ കണ്ടന്റേഴ്സ് എന്നുള്ള രീതിയിൽ, നെക്സ്റ്റ് സീസൺ മീൻസ് കമ്മിങ് സീസണിൽ ഒരു ടൈറ്റിൽ കണ്ടന്റേഴ്സ് എന്നുള്ള രീതിയിൽ ചെൽസി മാറും. കാരണം താരങ്ങൾക്ക് തോന്നുകയാണ്, കാരണം ഞങ്ങൾക്ക് എല്ലാം പറ്റും എന്നുള്ള. അപ്പൊ കഴിഞ്ഞ സീസണിൽ എൻസോ മറസ്ക ഇടയ്ക്ക് ഇങ്ങനെ ഡൗൺ പ്ലേ ചെയ്തിരുന്നു, അതായത് ചെൽസി ടൈറ്റിൽ കണ്ടന്റേഴ്സ് അല്ല എന്ന്. ആദ്യം മികച്ച രീതിയിൽ കളിച്ച ഒരു ക്ലബ്ബാണ്, പിന്നീട് ഡിസംബറിന് ശേഷമാണ് ഒരു ക്ലബിന് കുറച്ച് ഡിപ്പൊക്കെ ഉണ്ടായി, ഒരുപാട് മത്സരങ്ങൾ ജയിക്കേണ്ട മത്സരങ്ങൾ സമനിലയായി അല്ലെങ്കിൽ പരാജയപ്പെട്ടു. അവസാനം ലാസ്റ്റ് വീക്ക് വരെ കാത്തിരിക്കേണ്ടി വന്നു ടോപ്പ് 4-ൽ ഫിനിഷ് ചെയ്ത് ചാമ്പ്യൻസ് ലീഗിന് യോഗ്യത നേടാൻ. അപ്പം മറസ്ക പക്ഷേ ഒരു നവംബർ ഒക്ടോബർ സമയത്തൊക്കെ ടീം നല്ല രീതിയിൽ കളിക്കുന്നു, പ്രീമിയർ ലീഗിൽ 2ാം സ്ഥാനത്ത് നിൽക്കുന്ന ആ ഒരു സാഹചര്യത്തിലാണ് പറഞ്ഞത്, ഇല്ല ഞങ്ങൾ ടൈറ്റിൽ കണ്ടന്റേഴ്സ് അല്ല, ഇത്തവണ ഞങ്ങൾ ആ ഒരു മിനിമം മികച്ച രീതിയിലുള്ള ഒരു ഫിനിഷാണ് ഉദ്ദേശിക്കുന്നതെന്നൊക്കെ അദ്ദേഹം സൂചിപ്പിച്ചിരുന്നു. പക്ഷേ ഇനി എന്തായാലും മറസ്ക അത് പറയരുത് എന്നുള്ളതാണ് പൊതുവെ ആരാധകരൊക്കെ ആഗ്രഹിക്കുന്നത്. കാരണം ഇനി ഡൗൺ പ്ലേ ചെയ്തിട്ട് കാര്യമില്ല. കാരണം താരങ്ങളുടെ ആ ഒരു എനർജിയും കോൺഫിഡൻസും ഒക്കെ വലിയ തോതിൽ വർദ്ധിച്ചിരിക്കണം. അപ്പൊ അവരെ കൊണ്ട് ഇനി അങ്ങനെ പറയാതെ അവരോട് പറയാ ടൈറ്റിൽ കണ്ടന്റേഴ്സ് ആണ് എന്നുള്ള ഒരു ബോധം തന്നെ അവർക്ക് കൊടുക്കുക എന്നുള്ളതായിരിക്കും പ്രധാനപ്പെട്ട ഒരു കാര്യം തോന്നുന്നു. എന്തായാലും അത് ഉണ്ടാവുന്നതാണ് പ്രതീക്ഷിക്കുന്നത്. അതിനനുസരിച്ചുള്ള എഡീഷൻസ് ഒക്കെയാണ് ഈ ഒരു ട്രാൻസ്ഫർ വിൻഡോയിലും ചെൽസി നടത്തിയിരിക്കുന്നത്. ഇപ്പൊ ജാവോ പെദ്രോയുടെ ഒരു പെർഫോമൻസ്, 2 മത്സരങ്ങളിൽ നിന്നും 3 ഗോളുകളാണ് നേടിയത്. അത് മാത്രമല്ല ആ ഒരു എനർജി, അറ്റാക്കിംഗ് മൈൻഡ്, പിന്നെ അതുകൂടാതെ ആറ്റിറ്റ്യൂഡ്, അപ്പൊ അങ്ങനെയുള്ള ഒരുപാട് താരങ്ങൾ ഇപ്പം ചെൽസിയിലേക്ക് എത്തിയിരിക്കുന്നു എന്നുള്ളതാണ്. പിന്നെ ഈ ഒരു സമ്മർ ട്രാൻസ്ഫർ വിൻഡോയിൽ ഇതുവരെ നടത്തിയ സൈനിങ് എല്ലാം മികച്ചതായിരുന്നു. ജെമി ഗിറ്റൻസ് മികച്ച പ്ലെയറാണ്. ലിയാം ഡെലപ്പ് ആണെങ്കിൽ മച്ച് അവൈറ്റഡ് ആയുള്ള ഒരു പ്ലെയർ ആയിരുന്നു. അപ്പം മുന്നേറ്റ നിരയിൽ ഒരുപാട് ഓപ്ഷൻസും ഫ്ലെക്സിബിലിറ്റിയും ചെൽസിക്ക് വന്നിരിക്കുകയാണ്. മിഡ്ഫീൽഡിലാണെങ്കിൽ നമ്മൾ പറയേണ്ട ആവശ്യമില്ല, കൈസദോയും എൻസോ ഫെർണാണ്ടസും എത്രത്തോളം സെറ്റായിട്ടാണ് ഇപ്പം കളിച്ചുകൊണ്ടിരിക്കുന്നത്. അത്രയ്ക്കും എക്സ്പീരിയൻസും അവർക്ക് ഈ യങ് ഏജിൽ തന്നെ കിട്ടിയിരിക്കുകയാണ്. കോൾ പാമർ ആണെങ്കിൽ ഏതൊരു ക്ലബ്ബും ആഗ്രഹിക്കുന്ന ഒരു പ്ലെയർ, ഒറ്റയ്ക്ക് കളിയുടെ ഗതി തിരിച്ചുവിടാൻ പറ്റുന്ന ഒരു പ്ലേ മേക്കിംഗ് എബിലിറ്റി ഉള്ള ഒരു ജീനിയസ്. അപ്പം ഇങ്ങനെ കൺസിസ്റ്റന്റ് ആയിട്ട് മികച്ച രീതിയിൽ കളിക്കാൻ പറ്റുന്ന ഒരു സ്ക്വാഡിനെ ഇപ്പം ചെൽസി ഡെവലപ്പ് ചെയ്തിരിക്കുന്നു എന്നുള്ളതാണ്. നിലവിലെ എഡീഷൻസിനൊപ്പം ഒരു മികച്ച ഗോൾ കീപ്പറും പിന്നെ അതുകൂടാതെ ഒരു സെന്റർ ബാക്കും കൂടി വരികയാണെങ്കിൽ, എക്സ്പീരിയൻസ് ആയ ഒരു സെന്റർ ബാക്ക് കൂടി വരികയാണെങ്കിൽ ചെൽസി വേറെ ലെവലായിരിക്കുമെന്നാണ് പൊതുവെ പ്രതീക്ഷിക്കപ്പെടുന്നത്. ഇപ്പം ഡൊണാരുമയുടെ റൂമറൊക്കെ ഇങ്ങനെ കേൾക്കുന്നുണ്ട്. കയ്യാങ്കളിയൊക്കെ നടന്നെങ്കിലും ഡൊണാരുമയെ ചെൽസി സ്വന്തമാക്കാൻ ആഗ്രഹിക്കുന്നു എന്നുള്ള റൂമേഴ്സ് ഒക്കെ വരുന്നുണ്ട്. എത്രത്തോളം ഈ ഒരു സീസണിൽ യാഥാർത്ഥ്യമാകുമെന്ന് അറിയില്ല. അപ്പൊ റോബർട്ട് സാഞ്ചസിന്റെ പെർഫോമൻസ് കിടിലൻ പെർഫോമൻസ് ആയിരുന്നു, ക്ലബ് വേൾഡ് ഫൈനലിലെ ഹീറോ ആയിരുന്നു, അതൊക്കെ ശരിയാണ്. പക്ഷെ ഒരു ടൂർണമെന്റ് പോലെയല്ല, 6-7 മത്സരമുള്ള ഒരു കോമ്പറ്റീഷൻ പോലെയല്ല ശരിക്കും പ്രീമിയർ ലീഗ് പോലത്തെ ഒരു ടൂർണമെന്റ്. കാരണം പ്രീമിയർ ലീഗ് എന്ന് പറയുമ്പോൾ ആ ഒരു കൺസിസ്റ്റൻസി മസ്റ്റ് ആയിട്ട് വേണ്ടതാണ്. ഒരു വർഷം അല്ലെങ്കിൽ ഒരു 8-9 മാസത്തോളം
38 മത്സരങ്ങൾ കളിക്കേണ്ട ഒരു സാഹചര്യമാണ്. അത് മാത്രമല്ല ചാമ്പ്യൻസ് ലീഗ് വരുന്നുണ്ട് ചെൽസിക്ക്. അപ്പം അങ്ങനെ ഡിഫറെൻ്റ് ആയിട്ട് കളിക്കേണ്ട ഒരു സാഹചര്യമുണ്ട്. അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ ഒരു മികച്ച ഗോൾ കീപ്പർ എന്തായാലും അത്യാവശ്യമാണ്. കാരണം റോബർട്ട് സാഞ്ചസിന്റെ ഒരു കൺസിസ്റ്റൻസി വലിയൊരു പ്രോബ്ലം തന്നെയാണ്. അപ്പോൾ അതിൽ ഇനിയും അദ്ദേഹത്തിന് ഇമ്പ്രൂവ് ചെയ്യേണ്ട ഒരു അവസ്ഥയുണ്ട്. ആ ഒരു സാഹചര്യത്തിൽ നല്ലൊരു ഗോൾ കീപ്പറെ കൂടി സൈൻ ചെയ്യേണ്ടത് ചെൽസിക്ക് അത്യാവശ്യമാണെന്ന് തോന്നുന്നു. പിന്നെ ഒരു എക്സ്പീരിയൻസ് ആയ സെന്റർ ബാക്ക്, നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ ഡിഫൻസിന് കുറച്ചുകൂടി എക്സ്പീരിയൻസ് നൽകാൻ പറ്റുന്ന സെന്റർ ബാക്ക് വരികയാണെങ്കിൽ ഒരുപാട് മാറ്റം ചെൽസിയുടെ സ്ക്വാഡിൽ ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. പിന്നെ ഒരു ഫുൾ ബാക്കിനെയും കൂടി സൈൻ ചെയ്യുകയാണെങ്കിൽ ഉചിതമായിരിക്കും എന്നുള്ളൊരു വിലയിരുത്തലുണ്ട്. അപ്പൊ എന്തായാലും ചെൽസി വേറൊരു ലെവലിൽ തന്നെ കളിക്കാൻ പോവുകയാണ് ഈ ഒരു പ്രീമിയർ ലീഗിൽ എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. കാരണം പ്രീമിയർ ലീഗിൽ ഇത്തവണ ഒരു 2-way കോമ്പറ്റീഷൻ ആയിരിക്കില്ല നടക്കാൻ പോകുന്നത്. കാരണം കഴിഞ്ഞ 2-3 സീസണിലായിട്ട് ഒരു 2-way കോമ്പറ്റീഷൻ ആയിരുന്നു. പക്ഷെ ഇത്തവണ അങ്ങനെ ആകാനുള്ള ഒരു സാധ്യത കുറവാണ്. മാഞ്ചസ്റ്റർ സിറ്റി തിരിച്ചു വന്നിരിക്കുന്നു. അവർ നല്ല രീതിയിൽ ഒരുപാട് സൈനിങ്സ് ഒക്കെ നടത്തി റീവാമ്പിനുള്ള ശ്രമത്തിലാണ്. പിന്നെ ന്യൂകാസിൽ നല്ല സൈനിങ്സ് നടത്തുന്നു. ഇപ്പം ഏറ്റവും ഒടുവിൽ കേൾക്കുന്ന എക്കിറ്റിക്ക് അവർ സൈൻ ചെയ്യാൻ പോകുന്നു എന്നുള്ളത്. പിന്നെ ടോട്ടൻഹാം കിടിലൻ സൈനിങ്ങളൊക്കെ ആയിട്ട് സ്ട്രെങ്തൻ ചെയ്ത് ടീമിനെ സെറ്റാക്കി കൊണ്ടുവരുന്ന പുതിയ കോച്ചിന് കീഴിൽ. ലിവർപൂൾ ആസ് യൂഷ്വൽ മികച്ച ഫോമിലാണ്, മികച്ച രീതിയിൽ തന്നെ അവർ നിൽക്കുന്നു. അതിനൊപ്പം തന്നെ നല്ല എഡീഷൻസ് ഉണ്ടായിരിക്കുന്നു. ഫ്ലോറിയാൻ വിറ്റ്സും ഫ്രിംപോങ്ങും പിന്നെ കെർക്കസും ഒക്കെ എത്തിയിരിക്കുന്നു. അപ്പോൾ അവരെന്തായാലും ആ ഒരു കിരീടം നിലനിർത്തണമെന്നുള്ള ആ ഒരൊറ്റ ബോധ്യത്തോടെയാണ് കളിക്കാൻ ഇറങ്ങുന്നത്. പിന്നെയാണെങ്കിൽ മറ്റൊരു പ്രധാനപ്പെട്ട ക്ലബ്ബ് ആസനലാണെങ്കിലും അവരിപ്പം ഗ്യോക്കറസിന് സൈൻ ചെയ്യാനുള്ള ലാസ്റ്റ് ആ ഒരു എഫേർട്ടിലാണ് നിൽക്കുന്നതെന്നാണ് നമുക്കറിയാൻ സാധിക്കുന്നത്. അവർക്ക് ഒരുപാട് എഡീഷൻസ് ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ആ രീതിയിൽ ഇത്തവണ ഒരിക്കലും ഒന്ന് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റാത്തൊരു സാഹചര്യമാണ് ഇപ്പോൾ പ്രീമിയർ ലീഗിൽ ഉണ്ടാകാൻ പോകുന്നത്. അപ്പോൾ ആ ഒരു സാഹചര്യം ചെൽസിക്ക് യൂട്ടിലൈസ് ചെയ്യാൻ പറ്റുമെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം 1-2 ടീമുകൾ തമ്മിലുള്ള കോമ്പറ്റീഷനേക്കാൾ നല്ലത് ഒരു 5-6 ടീമുകൾ തമ്മിലുള്ള നല്ലൊരു കോമ്പറ്റീഷൻ നിൽക്കുമ്പോൾ സ്വാഭാവികമായിട്ടും കൂടുതൽ മികവുള്ള ടീമിന് വിജയിക്കാനുള്ള ഒരു സാധ്യത കൂടുതലാണെന്നുള്ള ഒരു വിലയിരുത്തൽ പൊതുവേ ഉണ്ട്. അപ്പോൾ എന്തായാലും ഇതൊക്കെയാണ് ചെൽസിയെ കുറിച്ച് പറയാനുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് എന്ത് തോന്നുന്നു? ചെൽസിയുടെ ഈ ഒരു ക്ലബ്ബ് വേൾഡ് കപ്പ് വിജയത്തെ നമുക്ക് എത്രത്തോളം വിശ്വസിക്കാൻ പറ്റും? അതായത് അടുത്ത സീസണിൽ പ്രീമിയർ ലീഗിൽ എക്സൽ ചെയ്യാൻ ഇതൊരു പ്രധാനപ്പെട്ട കാരണമായിട്ട് മാറുമോ? നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻ്റായി രേഖപ്പെടുത്തണേ.